അത്തം മുതൽ പൂവിപണി സജീവമാണെങ്കിലും ഇത്തവണ കച്ചവടം കുറവാണെന്ന് എറണാകുളത്തെ പൂക്കച്ചവടക്കാർ. വിപണിയിൽ പൂക്കൾക്ക് വില ദിവസവും കുറയുന്നതും പൂക്കൾ വാങ്ങാൻ ആളില്ലാത്തതുമാണ് കച്ചവടക്കാരെ പ്രതിസന്ധിയിലാക്കുന്നത്. എറണാകുളത്തെ പ്രധാനപ്പെട്ട പൂവിപണിയാണ് നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ളത്. അത്തം മുതൽ സജീവമാണ് ഇവിടുത്തെ പൂവിപണികൾ. ബാംഗ്ലൂർ, ഗുണ്ടൽപേട്ട്, ദിണ്ടിഗൽ എന്നിവിടങ്ങളിൽ നിന്ന് ദിവസം 3 പ്രാവശ്യം പൂക്കളുടെ ലോഡെത്തും. എന്നാൽ ഇത്തവണ പൂക്കൾക്ക് വിലയിടിയുന്നത് കച്ചവടക്കാരെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം കച്ചവടം ലേശം ഡല്ലായിട്ടാണ്. മത്സരങ്ങളൊക്കെ കുറഞ്ഞ ലെവലിലാണ്. 10 ഡിവിഷനിൽ ഒരു ഡിവിഷനാക്കി മാറ്റുന്ന ന്യൂസ് നമ്മൾ അറിഞ്ഞില്ല, അങ്ങനെ കേട്ടു. എന്താ സംഭവം എന്നുള്ളത് കറക്റ്റായിട്ട് പറയാം. ഏറ്റവും കൂടുതൽ വൈറ്റിനേക്കാൾ വൈറ്റ് തുടക്കത്തിൽ വിട്ട് 800-നേക്കാണ്. ഇപ്പം 450, 500. ഇപ്പം നാളെയും മറ്റന്നാളും കൂടാനും കുറയാനൊക്കെ സാധ്യത. ഇപ്പം വിപണിയിൽ ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കുമ്പോൾ കമ്മിയാവാനാണ് സാധ്യത. പറയാൻ പറ്റില്ല ഇനി ഇപ്പം എന്താ സ്ഥിതി എന്നുള്ളത് അറിയില്ല. അത്തത്തിന് 800 രൂപ വിലയുണ്ടായിരുന്ന വെള്ളജമന്തിക്ക് 500 രൂപയാണ് ഇന്നത്തെ വില. ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഓറഞ്ച് ജമന്തിയുടെ വില 250-ൽ നിന്ന് 100-ആയും മഞ്ഞ ജമന്തിയുടെ വില 300-ൽ നിന്ന് 150-ആയും കുറഞ്ഞു. എറണാകുളത്ത് താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് പൂക്കൾ ലഭിക്കുന്ന ഇടം തേടി അല്പം അകലെ നിന്നും പൂക്കൾ വാങ്ങാൻ എത്തുന്നവരുണ്ട്. കമ്പാരിറ്റീവ്ലി പണ്ടത്തെ കാലം വെച്ച് നോക്കുമ്പോൾ റേറ്റ് കൂടുതലാണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഞാൻ അങ്കമാലിയിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്ന് എടുക്കുമ്പോൾ നമുക്ക് റേറ്റ് കുറച്ചുകൂടി കുറവുണ്ട്. നല്ല രീതിയിൽ ഡിസ്കൗണ്ടഡ് റേറ്റിനാണ് ഇവർ നമുക്ക് പൂ തന്നത്. ഒരുവിധപ്പെട്ട സ്കൂള്, കോളേജ് സ്ഥാപനങ്ങൾ, ഹൈക്കോടതിയിലടക്കം എല്ലാവിധ മേജർ സ്ഥാപനങ്ങളുടെയും ഓണാഘോഷം കഴിഞ്ഞു. ദെൻ 3-ാം തീയതി മുതൽ ഓണാവധി സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റേതായ കുറവുണ്ടാവും. ഇനി ഓണാഘോഷങ്ങൾ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന പൂ കെട്ടിക്കിടക്കുമ്പോൾ അവർക്ക് വില താഴ്ത്താണ്ട് വേറെ നിവർത്തിയില്ല. നഗരത്തിലെ ഓഫീസുകളിലെയും സ്കൂളുകളിലെയും കോളേജുകളിലെയും ഓണാഘോഷങ്ങൾ ഇത്തവണ നേരത്തെ കഴിഞ്ഞതും പൂവിപണിയെ മന്ദഗതിയിലാക്കിയിട്ടുണ്ട്. ജനം, കൊച്ചി.